വീട്ടിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആൾക്കാർ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്. രണ്ടാമത്തേതായിട്ടുള്ള ഒരു പ്രശ്നം, രണ്ടാമത്തെ ഫാക്ടർ മാത്രമാണ് പ്രശ്നം. വീട്ടിൽ ഉപയോഗിക്കുന്ന ആൾക്കാർ രാത്രി അടിച്ചിട്ട് വരുന്ന അച്ഛന്മാർ എന്നിട്ട് രാവിലെ ഇത് കുടിച്ചെന്ന് പറഞ്ഞിട്ട് പിള്ളേരെ കഴിച്ചിട്ട് നമ്മൾ ഓഫീസിൽ രാത്രി നിങ്ങൾ കഴിച്ചിട്ട് വന്നിട്ട് പിന്നെ രാവിലെ ഈ കൊച്ചിന് ഉപദേശിക്കാൻ നാലാമത്തേത് ഡി അഡിക്ഷൻ സെന്ററിനെ കുറിച്ച് തെറ്റിദ്ധാരണ മാറ്റണം. എന്താ ഒരു വ്യക്തി ലഹരിക്ക് അടിമപ്പെട്ടാൽ എങ്ങനെ രക്ഷപ്പെടുത്താമെന്നുള്ളത്. അതിനകത്ത് അയാളെ ഡി അഡിക്ഷന് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾക്ക് നമ്മുടെ സാധാരണക്കാരായ ആൾക്കാർക്ക് ഡി അഡിക്ഷന് പോയാൽ ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാകും. അയാൾക്ക് ഭ്രാന്ത് വരും, പിന്നെ മദ്യപിച്ച ഓർമ്മക്കുറവ് ഉണ്ടാകും. ഇങ്ങനത്തെ കുറേ അധികം തെറ്റായ ധാരണകളും നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. അത് മാറ്റാൻ വേണ്ടി നമുക്ക് കുടുംബശ്രീ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അവയർനെസ് കൊടുക്കാൻ പറ്റും. പിന്നെ പ്രധാനപ്പെട്ട ഒരു പോയിന്റായിട്ട് വന്നത്, ഓരോ വാർഡിലും കുറച്ചും കൂടെ പറ്റാന്ന് എനിക്ക് തോന്നിയൊരു പോയിന്റാണ്, ഓരോ വാർഡിലും പുരുഷന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട്, ഇപ്പോൾ നമ്മൾ വിജിലൻറ്റ് ഗ്രൂപ്പിൻ്റെ കാര്യം പറഞ്ഞു, ഒരു 8 പുരുഷന്മാരും 2 സ്ത്രീകളും വെച്ചിട്ട് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് അതിനൊരു സന്നദ്ധ സേന അല്ലെങ്കിൽ ഒരു സന്നദ്ധ